الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സത്താവും സർവ്വലോക സംരക്ഷകനും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനിന്റെ പതിപ്പുകളായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ഉപകാരം ചെയ്തു തരുന്ന വ്യക്തികൾ നമ്മെ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നകന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ദുഃഖമുണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്ന, നമുക്കേറെ പ്രിയപ്പെട്ട, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്, പുഞ്ചിരിയോടുകൂടിയാണ് നമ്മളെ അവരെ സ്വീകരിക്കുകയും അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. ഭക്തി നിർഭരമായ പകലുകളും അനുഗ്രഹത്തിന്റെ പാതിരാവുകളും സമ്മാനിച്ച, പാവമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച, നമ്മുടെ ജീവിതത്തിലേറെ മാറാൻ സഹായിച്ച, ജീവിതത്തിൽ ധാരാളം തിരുത്തലുകൾ സമ്മാനിച്ച വിശുദ്ധമായ ഒരു റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ വിശ്വാസികളുടെ മനസ്സ് എപ്രകാരമായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ. സത്യവിശ്വാസികൾ റമദാനിനെ സ്വീകരിച്ചത് ഏറെ സന്തോഷത്തോടു കൂടിയാണ്. അതിൻ്റെ ഓരോ ദിവസങ്ങളും ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത ദുഃഖവും വിഷമങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ കപടന്മാർ
മുനാഫിക്കുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമായ മനസ്സോടുകൂടി നിറകണ്ണുകളോടുകൂടിയാണ് റമദാനിന്റെ സ്വീകരണം ഉണ്ടായത്. അവരുടെ ജീവിതത്തിൽ നിന്ന് റമദാനിന്റെ ഓരോ രാപ്പകലുകൾ കഴിഞ്ഞു പോകുമ്പോഴും മനസ്സുകൾക്ക് വല്ലാത്ത സന്തോഷമാണ് അവർക്കുണ്ടാകാറുള്ളത്. അത്തരം ആളുകൾ മഹാനഷ്ടക്കാരാണ്. അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വിശാലമായ ഒരു ലോകത്തേക്കായിരുന്നു. ശഅബാനിന്റെ മാസം കഴിഞ്ഞ് റമദാനിന്റെ പിറ കണ്ടതോടുകൂടി ആ വലിയ ലോകത്തേക്ക് പ്രവേശിച്ചു. ചില ആളുകൾ കയ്യിൽ കിട്ടുന്നതൊക്കെ വാരിയെടുത്തു, ധാരാളം നന്മകൾ ചെയ്തു. ശവ്വാലിലൂടെ ആ റമദാനിൽ നിന്ന് അതിനെ യാത്രയാക്കി ശവ്വാലിലേക്ക് പ്രവേശിച്ചു. മറ്റു ചിലർ മടിച്ചു നിന്നു, ചിലതൊക്കെ എടുത്തു, ചിലതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മറ്റു ചിലർ പൂർണ്ണമായും കപടന്മാരായി ജീവിച്ചു, അശ്രദ്ധമായി അതിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോയി. നമ്മളൊക്കെ ഇതിലേത് കൂട്ടത്തിലാണ് എന്ന് ആത്മാർത്ഥമായ ഒരു വിചിന്തനമാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. റമദാൻ എന്ന് പറയുമ്പോൾ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. നന്മകൾ ചെയ്യാനുള്ള അനർഘങ്ങളായ നിമിഷങ്ങളായിരുന്നു. വിശ്വാസികൾക്ക് നിർവഹിക്കാൻ ആരാധനകൾ, കർമ്മനിരതരാകാൻ, നോമ്പ് കൊണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾ കൊണ്ട്, റമദാനിലെ ഖിയാം കൊണ്ട്, രാത്രി നമസ്കാരങ്ങൾ കൊണ്ട്, റമദാനിലെ ഇഅ്തികാഫ് കൊണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊണ്ട് ധാരാളം ഹസനാത്തുകൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും അതുവഴി ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനും ആ നിലക്ക് തഖ്വ കൊണ്ട് സജ്ജമായ മനസ്സുമായി മുന്നോട്ട് പോകാനുമുള്ള വിശ്വാസികൾക്കുള്ള അവസരങ്ങളെ മുന്നിട്ട് വിളിച്ചുകൊണ്ടാണ് റമദാൻ കടന്നു വന്നത്. യാ ബാഹിയൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരൂ, തിന്മ ചെയ്യുന്നവരെ, നന്മയിൽ നിന്ന് പിന്തിച്ചു നിൽക്കുന്നവരെ, അശ്രദ്ധമാകുന്നവരെ നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കൂ എന്ന വിളിയാളങ്ങൾ കേട്ടുകൊണ്ടാണ് പരിശുദ്ധമായ റമദാനിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെങ്കിലും റമദാൻ കഴിയുമ്പോൾ, ശവ്വാൽ തുടങ്ങുമ്പോൾ, പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചില ആളുകൾ ആ റമദാനിൽ നേടിയ ചൈതന്യങ്ങളെ നഷ്ടപ്പെടുത്തി അശ്രദ്ധയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പള്ളികളിൽ ആളുകൾ കുറഞ്ഞു, രാത്രി നമസ്കാരങ്ങൾ അവസാനിച്ചു, സദഖയും അതുപോലെയുള്ള മറ്റ് റമദാനിൽ നിർവഹിച്ച മനുഷ്യന് കഴിയുന്ന ചെയ്തിരുന്ന നന്മകൾ പലതും മനുഷ്യന് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇത്തരമൊരു സാഹചര്യം പലപ്പോഴും റമദാൻ കഴിയുമ്പോൾ ആളുകൾക്ക് കടന്നു വരാറുണ്ട് എന്നറിയാം. എന്നാൽ ഒരു സത്യവിശ്വാസി കൃത്യമായ നിലപാടുള്ളവരായിരിക്കണം. അവരെങ്ങനെയാണ്? റമദാനിൽ മാത്രം നിർവഹിച്ചാൽ മതിയോ? റമദാനിൽ മാത്രം നോമ്പുണ്ടായാൽ മതിയോ? റമദാനിൽ മാത്രം ജമാഅത്ത് ഉണ്ടായാൽ മതിയോ? റമദാനിൽ മാത്രം രാത്രി നമസ്കാരം ഉണ്ടായാൽ മതിയോ ഒരു വിശ്വാസിക്ക്? അങ്ങനെയല്ല. കൃത്യമായ നിലപാടുകളും കൃത്യമായ കാഴ്ചപ്പാടുകളും ഒരു വിശ്വാസിക്കുണ്ടാകണം. റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവെന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു തരുന്നുണ്ട്. മുൻഗാമികൾ എങ്ങനെയാണ്? കാന സലഫ്, മുൻഗാമികളായ സ്വഹാബിമാർ, പ്രവാചകന്റെ അനുചരന്മാര്, മുൻഗാമികളായ പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു? അവർ റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അള്ളാഹു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുമായിരുന്നു. കാരണം അവർക്ക് ഉറപ്പില്ല അള്ളാഹ് സ്വീകരിച്ചോ എന്നത്. അതിന്റെ ആ പ്രാർത്ഥനയിലും ആ ഭയത്തിലുമായിരുന്നു അവർ എന്നായിരുന്നു. റമദാനിലെ കർമ്മങ്ങൾ അത് തുടർത്തി കൊണ്ടുപോകുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അല്ലാമ സ്വാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. റമദാൻ മാസാവസാനമാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സലഫുകൾ പാപമോചനത്തിലും പശ്ചാത്താപത്തിലും അതുപോലെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്ന ഭയത്തിലുമായി കഴിച്ചു കൂട്ടുമായിരുന്നു എന്ന് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവര് റമദാനിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരല്ല. എല്ലാ മാസങ്ങളിലും അതുപോലെ ഇബാദത്തുകൾ ചെയ്യുന്നവരായിരുന്നിട്ടും റമദാനിന് ശേഷം അവരുടെ പേടി എന്താണ്? റമദാന്റെ അവസാനത്തിൽ അവരുടെ ഭയം എന്താണ്? ഷേഖ് പറയാണ്, അവരുടെ മനസ്സുകളിൽ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള മാസങ്ങളിലും റമദാനിനെ പോലെ പരിശ്രമിക്കുമായിരുന്നു എന്ന് കാണാം. നിർവഹിച്ച കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്ന കാര്യത്തിൽ പ്രതീക്ഷയും അതോടൊപ്പം ഭയവുമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അമിതാത്മവിശ്വാസമല്ല, അമിത പ്രതീക്ഷയല്ല. അള്ളാഹ് സ്വീകരിച്ചു എന്ന് ഉറപ്പിച്ച് പിന്നീട് ജീവിതത്തിൽ തോന്നിയതുപോലെ നടക്കലല്ല.
അള്ളാഹു സ്വീകരിക്കണം എന്ന പ്രതീക്ഷയും എന്നാൽ സ്വീകരിക്കുമോ എന്ന ഭയവും ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. ഈ മാനസികാവസ്ഥയാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുൻഗാമികളായ ആളുകൾ സ്വതക്ക കൊടുക്കുമ്പോ, ഇബാദത്തുകൾ നിർവഹിക്കുമ്പോ അവിടെ ഹൃദയങ്ങൾ പിടയ്ക്കുമായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പാരായണം ചെയ്തപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ഖാലത്ത് യാ റസൂലല്ലാഹ് വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജില അഹുവ റജുലുൻ അല്ലദീ യസ്നി വയസ്രികു വയശ്റബുൽ ഖംർ. എന്താണ് അവരങ്ങനെ പേടിക്കുന്നത്? സഹാബിമാര് ഇബാദത്ത് ചെയ്യുകയും പേടിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അവര് കള്ളു കുടിക്കണവരാണോ? അവര് വ്യഭിചരിക്കുന്നവരാണോ? അതുപോലെ അവര് തെറ്റ് ചെയ്യുന്നവരാ, കളവ് ചെയ്യുന്നവരാണോ? അതുകൊണ്ടാണോ അവരിങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യാ ബിന്ത അബീ ബക്കറിൻ ഔ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, ഒരിക്കലുമല്ല. അവര് തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല അവര് പേടിക്കുന്നത്, മറിച്ച് വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി വഹുവ യഖാഫു അല്ലാ യുതഖബ്ബലു മിൻഹു. അവര് പേടിക്കണം. അവർ നമസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ ഇബാദത്തുകൾ തുടർന്നു കൊണ്ടുപോകുന്നവരാണ്. പക്ഷെ അവർക്ക് പേടിയാണ്, അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ എന്ന് എന്ത് ഉറപ്പാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഒരു ഈദ് ഖുതുബയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലെ, നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നവരെ, നിങ്ങൾ 30 ദിവസം നോമ്പെടുത്തു, 30 ദിവസം ഇബാദത്തുകൾ കഴിഞ്ഞുകൂടി, ഇത് സ്വീകരിച്ചു എന്ന് എന്ത് ഉറപ്പാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഭയം നമുക്കുണ്ടാകണം. അതല്ല, നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സിപ്പോ എങ്ങനെയാണ് എന്നുള്ളത്. കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചു എന്നുള്ള അമിതാത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി കഅബ നിർമ്മിക്കുന്നത്. ഇസ്മായിൽ നബി കൂടെയുള്ളത് അള്ളാഹ് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹു പറഞ്ഞത് ചെയ്യുമ്പോൾ തീർച്ചയായും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് നിർവഹിച്ചിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥന എന്താണ്? അള്ളാഹുവേ, ഞങ്ങൾ ഈ ചെയ്ത കർമ്മത്തെ നീ സ്വീകരിക്കണേ. അവിടെ നിർത്തുന്നില്ല. റബ്ബനാ തഖബ്ബൽ ദുആ, അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും നീ സ്വീകരിക്കണേ. ഇതാണ് ഓരോ സത്യവിശ്വാസികളുടെയും മനസ്സുകളിൽ സഹോദരങ്ങളെ ഉണ്ടാകേണ്ടത്. റമദാനിൽ എല്ലാവിധ നന്മകൾക്കും ചെയ്യാനുള്ള മഹത്തായ അവസരങ്ങൾ നമുക്കുണ്ടായിരുന്നു. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നു. നിഷിദ്ധമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് എല്ലാം നമ്മൾ വിട്ടുനിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാലും ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കണം. കഴിയുമ്പോൾ അതെല്ലാം ഉടച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, ആ കർമ്മങ്ങളെല്ലാം തകർത്തു കളയുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ശക്തമായ ഒരു കയറുണ്ടാക്കി, ശക്തമായ ഒരു വിശ്വാസം ഉണ്ടാക്കി, ശക്തമായ ഒരു പ്രവർത്തന രീതി, കർമ്മരേഖയുണ്ടാക്കി, എന്നിട്ട് അതെല്ലാം റമദാൻ കഴിയുമ്പോൾ തകർത്തു കളയുന്നവനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യമാണ്. മഹാനായ ശൈഖ് സാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്, റമദാൻ സ്വീകരിച്ചു എന്ന് നമുക്കറിയണമെങ്കിൽ അതിന് ഒരു പരീക്ഷണമുണ്ട്. അഥവാ നമ്മൾ കഴിഞ്ഞുപോയ റമദാൻ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്ന് അറിയണമെങ്കിൽ അദ്ദേഹം പറയാണ്, അതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അതല്ലാത്ത മാസത്തിലും, അഥവാ ശഅബാനിലും ദുൽഖഅദിലും ദുൽഹിജ്ജയിലും ഇനിയുള്ള മാസങ്ങളിലെല്ലാം നമുക്ക് കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, റമദാനിൽ ജമാഅത്തിനെ സൂക്ഷിച്ചതുപോലെ പള്ളികളിൽ ജമാഅത്തിന് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ, റമദാനിൽ ദാനധർമ്മം നിർവഹിച്ചതുപോലെ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, റമദാനിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ശൈഖ് പറയാണ്, അത് റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് എന്നാണ്. അതല്ല, റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നു, റമദാൻ കഴിഞ്ഞപ്പോൾ ജമാഅത്ത് നഷ്ടമാകുന്നു, റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ റമദാൻ സ്വീകരിച്ചില്ല എന്നതിന്റെ തെളിവാണ് എന്ന് മഹാനവറുകൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, റമദാൻ ഏറ്റവും നല്ല അവസ്ഥയിൽ പൂർത്തീകരിച്ചതിന് മാത്രമേ ശവ്വാലിലും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടുത്തെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് നമുക്ക്
റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ തെളിവായി മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, റമദാൻ എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയത്? റമദാനിലെ ഇബാദത്തുകൾ എന്തിനാണ് നൽകിയത്? ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി ജീവിതത്തിലുടനീളം തഖ്വയുണ്ടാവുക, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാവുക, സൂക്ഷ്മതയുണ്ടാവുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ സൂക്ഷ്മത എന്ന ഗുണം, നമ്മുടെ ജീവിതത്തിൽ ഭക്തി എന്ന ഗുണം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. മുൻമാസങ്ങളെ പോലെ മുന്നോട്ട് പോകാനല്ല, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. എല്ലാ രംഗത്തും, എല്ലാ പ്രവർത്തന മേഖലകളിലും, വിശ്വാസ രംഗങ്ങളിലുമൊക്കെ ഒരു മാറ്റം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം, റബ്ബിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ പ്രവാചകന്മാർ കാത്തു സൂക്ഷിച്ച വിഷയമാണ് തഖ്വ. സഹാബത്തിന് പറഞ്ഞു കൊടുത്ത വിഷയമാണ് തഖ്വ. അവരുടെ അനുയായികൾക്ക് കൈമാറിയ വിഷയമാണ് തഖ്വ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് തഖ്വ എന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലോകത്തുള്ള മനുഷ്യരാശിയെ മുഴുവനും അല്ലാഹു ഉണർത്തുന്ന കാര്യവും തഖ്വയാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. അതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കലാണ് തഖ്വ. അതാണ് റമദാനിൽ ഉണ്ടായത്, തുടർന്നും അതുണ്ടാകണം. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ച പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് തഖ്വ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറയുന്നത്. ആ നിലക്ക് ആ ഒരു ഗുണം ജീവിതത്തിലേക്ക് കരഗതമാക്കാൻ നമുക്ക് കഴിയണം. അതില്ലെങ്കിൽ റമദാൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. തഖ്വ മാനവരാശിക്കുള്ള ഉപദേശമാണ്, മാനവരാശിക്കുള്ള മനുഷ്യർക്കുള്ള നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് തഖ്വ എന്ന് പറയുന്നത്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ജീവിതത്തിൽ അവർ പരസ്പരം ഉപദേശിച്ച വിഷയമാണ് തഖ്വ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഈ വസിയത്താണ് ലോകമ മാനവരാശിക്ക് അല്ലാഹു നൽകുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തഖ്വയുള്ളവരിൽ നിന്നേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടാൻ, നന്മ ചെയ്യുമ്പോഴും തിന്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും അതെന്തിനു വേണ്ടിയാകണം? അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട്, ദീനിന്റെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും സ്വർഗ പ്രതീക്ഷയോടുകൂടിയും നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ട് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമയുടെ മക്കളുടെ ഉദാഹരണം ഖുർആൻ വിശദീകരിക്കുന്നു. ഇത് ഖർറബാ ഖുർബാന. അവർ രണ്ടുപേരും അവര് നേർച്ച ചെയ്യുകയാണ്. അവരുടെ ദൃഷ്ടാന്തം അല്ലാഹു പറഞ്ഞു തരികയാണ്. വതുഖബ്ബൽ മിൻ അഹദിഹിമ, അവരിൽ ഒരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കുന്നു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഖാല ലഉഖ്തലന്ന, നിന്നെ ഞാൻ കൊല്ലുമെന്ന് മറ്റേയാൾ പറയുന്നുണ്ട്. ഖാല ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ, എന്തുകൊണ്ടാണ് ഒരാളിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ചത്? അദ്ദേഹം സൂക്ഷ്മതയുള്ള ആളായിരുന്നു, തഖ്വയുള്ള ആളായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, ജീവിതത്തിൽ എന്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ തഖ്വ അനിവാര്യമാണ് എന്നത്. അല്ലാഹു നൽകുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. അത് ജീവിതത്തിൽ ഏത് കർമ്മത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, ദീനിലേക്ക് മടങ്ങുന്നവരെ, നിങ്ങൾ എന്ത് വേണം? ജീവിതത്തിൽ ഏത് കർമ്മങ്ങളിലേക്ക് പോകുമ്പോഴും സൂക്ഷ്മത എന്ന പാതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹജ്ജിലാണെങ്കിലും, നമസ്കാരത്തിലാണെങ്കിലും, സ്വതക്കയിലാണെങ്കിലും, ഇബാദത്തുകളാണെങ്കിലും, ഹസനാത്തുകളിലാണെങ്കിലും, ഏത് നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവന് തഖ്വ അനിവാര്യമാണെന്ന് ഖുർആൻ. വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അവരാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ പരലോകത്ത് വിജയിക്കുകയുള്ളൂ. ആ മുഅ്മിനീങ്ങളുടെ ഗുണം നിങ്ങൾ തഖ്വയുണ്ടാകണം, എങ്കിലേ നിങ്ങൾ മുഅ്മിനീങ്ങളാകൂ എന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. ഈമാനിന്റെ ഹലാവത്ത് ഒരു മനുഷ്യന് നുകരാൻ സാധിക്കണമെങ്കിൽ അവന്റെ മനസ്സിൽ സൂക്ഷ്മത ഉണ്ടാകണം. തഖ്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു ഉണ്ടാവുക. തഖ്വയുള്ളവരോടൊപ്പം അവർക്കാണ് ജീവിതത്തിന്റെ നല്ല പര്യവസാനം, നല്ല മരണം ഉണ്ടാവുക.
ഉണ്ടാക്കുക എന്ന് ഖുർആൻ. വമ്പിച്ച പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്നത് അത് തഖ്വയുള്ളവർക്കാണ്. ഉന്നതമായ സ്ഥാനം റബ്ബിന്റെ അടുത്ത് കിട്ടുന്നത് തഖ്വയുള്ളവർക്കാണ്. ജീവിതത്തിൽ എല്ലാ രംഗത്തും വിജയം ലഭിക്കുന്നത് തഖ്വയുള്ളവർക്കാണെന്ന് ഖുർആൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരാണ് സദൃവൃതന്മാർ, അഥവാ അല്ലാഹു അവരോടൊപ്പമായിരിക്കുമെന്ന് ഖുർആൻ. അതോടൊപ്പം വസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ പര്യവസാനം അത് ഏറ്റവും നല്ല അവസാനമായിരിക്കും, ഏറ്റവും നല്ല ലോകത്തു നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന് ഖുർആൻ. ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അളീം. തഖ്വയുണ്ടോ നിങ്ങൾക്ക്, അല്ലാഹു ഉന്നതമായ പ്രതിഫലങ്ങൾ സ്വർഗ്ഗീയ ലോകത്ത് നൽകും എന്ന് ഖുർആൻ. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. സൂക്ഷ്മത പാലിച്ചവർക്ക് നിർഭയമായ ഒരു സ്ഥാനം, ഒരിക്കലും ഭയമില്ലാത്ത, അവിടെ ഒരു വിഷമമോ ദുഃഖങ്ങളോ ഇല്ലാത്ത പരലോകത്തേക്കുള്ള യാത്രകളിലെല്ലാം സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന അവസരങ്ങൾ അല്ലാഹു മുത്തഖീങ്ങൾക്ക് നൽകും എന്ന് ഖുർആൻ. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പരലോകത്ത് വിജയിക്കുന്നവർ ആ അവസരം കൊടുക്കുന്നത് മുത്തഖീങ്ങളായ തഖ്വയുള്ളവർക്കായിരിക്കും എന്ന് ഖുർആൻ. ഇന്നലിൽ മുത്തഖീന മഫാസ. വിജയിക്കുന്നവർ, വിജയമുള്ളവർ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ജീവിതത്തിലെ നിർണായകമായ പല ഘട്ടങ്ങളിലും സത്യമേത് അസത്യമേത്, തിന്മയേത് നർമ്മമേത്, നീതിയേത് അനീതിയേത് എന്ന് വിവേചിച്ചു മനസ്സിലാക്കാൻ ആശങ്കപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരോട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് സത്യം കണ്ടെത്താനുള്ള മാർഗം അല്ലാഹു തഖ്വയുണ്ടെങ്കിൽ കാണിച്ചു തരും എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ, കുറ്റങ്ങൾ അത് പുറത്തു തരണമെങ്കിൽ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാപ്പാക്കി സ്വർഗീയ ലോകം നൽകണമെങ്കിൽ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഒരു റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട ഗുണം ജീവിതത്തിൽ പിന്നീടും തുടർത്തിക്കൊണ്ടു പോകണം. ആ സൂക്ഷ്മത ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഖുർആൻ. പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ പലതും കടന്നു വരാം. കുടുംബത്ത്, കച്ചവട മേഖലകളിൽ, അതുപോലെ മറ്റ് വ്യവഹാരങ്ങളിൽ ഒക്കെ പല പല നിലത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. അവിടെയൊക്കെ നിങ്ങൾ പോലും അറിയാതെ റബ്ബിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് നന്മ ചെയ്യണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. ഈ ഗുണം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ സഹായം പല നിലയ്ക്കും, അല്ലാഹുവിന്റെ ഉപജീവനം അവന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ തോട്ടങ്ങളും അരുവികളും ഒഴുകിയ പർദീസ അല്ലാഹു അവർക്ക് വേണ്ടി സ്വർഗീയ സാമ്രാജ്യങ്ങൾ, അവർക്ക് വേണ്ടി സ്വർഗീയ ലോകത്ത് ഒരുക്കി വെക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗീയ ലോകം അല്ലാഹു ഒരുക്കി വെച്ചതും ആർക്ക് വേണ്ടിയാണ്? അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നരകത്തിൽ നിന്ന് കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് സ്വർഗത്തിന്റെ വിഹായസിലേക്കുള്ള യാത്രയാണ് റമദാൻ എന്ന് പറയുന്നത്. അതുണ്ടാകണമെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ആ നരകാഗ്നിയിൽ നിന്ന് അകറ്റി സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ തഖ്വയുള്ളവർക്കാണ് മാർഗദർശനവും അതുപോലെ തന്നെ ഉപദേശവും മൗഇദത്തും ലഭിക്കുക. അല്ലാത്തവർക്ക് അവിടെ ഹൃദയത്തിലേക്ക് ഖുർആന്റെ ആയത്തുകൾ പ്രവേശിക്കില്ല, ഉപദേശങ്ങൾ സ്വീകരിക്കുകയില്ല. അവരൊരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയും. അവരുടെ ഹൃദയത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാകില്ല. എത്ര റമദാൻ വന്നാലും, എത്ര ഖുതുബ കേട്ടാലും, എത്ര ഉപദേശങ്ങൾ ഉണ്ടായാലും, എത്ര നന്മകൾ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടാലും, എത്ര പ്രതിസന്ധികളുടെ മുന്നിലൂടെ കടന്നുപോയാലും ഹൃദയങ്ങൾ കൂട്ടിട്ടവരായി ജീവിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ജീവിതത്തിൽ സൂക്ഷ്മത എന്ന ഗുണം അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കാത്തവരാണ് അവർ. ഈ ഖുർആനിന്റെ പ്രകാശം, ഈ ഖുർആനിന്റെ നൂറ്, അതിന്റെ ശമനം അത് ലഭിച്ചവരാരാണ്? അത് ജീവിതത്തിൽ സൂക്ഷ്മത, ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചവർക്കാണ്, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ന് ഖുർആൻ. അദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇദത്തുൽ ലിൽ മുത്തഖീൻ. ഖുർആനിന്റെ സന്മാർഗവും അതിന്റെ വിളംബരവും
അതിന്റെ പ്രകാശ മാർഗദർശനവും സാരോപദേശവും ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്നവർ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കായിരിക്കും എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ശിക്ഷ അത് മനസ്സിലാക്കി ജീവിതത്തിൽ നന്മകളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നവരാരാണ്? ആ ഉപദേശങ്ങൾ, ഖുർആന്റെ ആയത്തുകളിൽ അള്ളാഹു നൽകിയ താക്കീതുകൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് സൂക്ഷ്മത എന്ന ഗുണം ജീവിതത്തിൽ പാലിച്ചവർക്കായിരിക്കും. മാത്രവുമല്ല, പാരത്രികമായ ലോകത്ത് വിചാരണയുടെ ശേഷം സ്വർഗീയ ലോകത്തേക്കും അതിന്റെ അനുഭൂതികളും അനുഭവിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അടുത്ത അനുഭൂതികൾ ലഭിക്കുന്നത് സൂക്ഷ്മത പാലിച്ചവർക്കാണ്. നല്ല അഭയസ്ഥാനം കിട്ടുന്നത് ഏറ്റവും നല്ല അഭയസ്ഥാനം, അതിലേക്ക് ചെന്നു ചേരാൻ കഴിയുന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, അതിനുശേഷമുള്ള മരണവും അവിടെയുള്ള ഖബറും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും പിന്നീടുള്ള വിചാരണയും അവിടുത്തെ തുലാസും അതുപോലെ തന്നെ സുറാത്ത് പാലവും ഇങ്ങനെ തുടങ്ങി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സംഗതികളിലും എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവിനെ സൂക്ഷ്മത സൂക്ഷിച്ച് ജീവിച്ചവർ, അവർക്ക് അള്ളാഹു കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ബറകാത്തുകൾ ലഭിക്കുന്നത് ആരാണ്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും ജീവിതത്തിൽ സൂക്ഷ്മത എന്ന ഗുണം കരഗതമാക്കുകയും ചെയ്തവരാരോ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അള്ളാഹുവിന്റെ ബറകാത്തുകൾ ഒട്ടനവധിയായി അവർ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, ഇഹലോകത്തും മരണവേളയിലും പരലോകത്തും അള്ളാഹുവിന്റെ ചില സന്തോഷ വാർത്തകൾ മലക്കുകൾ മുഖേന, മലക്കുകൾ വഴി തന്നെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നവർ മരിക്കുന്ന രംഗത്ത് സന്തോഷ വാർത്ത അറിയിക്കും. അതുപോലെ മറ്റു രംഗങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നത് ആർക്കാണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടി വരാത്ത, വിഷമിക്കേണ്ടി വരാത്ത, വ്യസനിക്കേണ്ടി വരാത്ത അല്ലദീന ആമനൂ വഖാനൂ യത്തഖൂൻ, സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവർ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്കാണ് അവസരങ്ങൾ ഉണ്ടാവുക. ലഹും ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും അവർക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. ലാ തബ്ദീല ലികലിമാത്തില്ലാ, ഇത് അല്ലാഹുവിന്റെ ഉറച്ച വാക്കാണ്, ഇതിൽ യാതൊരു സംശയവും നിങ്ങൾ കാണേണ്ടതില്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. സഹോദരങ്ങളെ, ആ വിജയം കരസ്ഥമാക്കുന്നത് ആർക്കാണ്? ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിച്ചവർക്ക്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്തിനാണ് റമദാൻ നിങ്ങളിലേക്ക് നൽകിയത്? ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം സമൂഹങ്ങളെ ഉപദേശിച്ചത് എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, നൂഹ് നബി തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് വന്നു, അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കണം. ഇത് ഖാല ലഹും അഖൂഹുൻ ഹൂദുൻ അലാ തത്തഖൂൻ, ഹൂദ് നബി ആദ്യ സമുദായത്തിലേക്ക് വന്നു, ആ സമൂഹത്തോട് പറഞ്ഞത് എന്താണ്? അലാ തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം. ഇത് ഖാല ലഹും അഖൂഹുൻ സാലിഹുൻ അലാ തത്തഖൂൻ, സ്വാലിഹ് നബി തന്റെ സമൂഹത്തിലേക്ക് വന്നു. അതുപോലെ ഇത് ഖാല ലഹും അഖൂഹുൻ ലൂത്തുൻ അലാ തത്തഖൂൻ, ലൂത്ത് നബി തന്റെ സമൂഹത്തിലേക്ക് വന്നു. ഇത് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ, ശുഐബ് നബി അലൈഹിസ്സലാം മദീൻ സമൂഹത്തിലേക്ക് വന്നു. എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്ന് ആ സമൂഹത്തോട് ഉപദേശിച്ച ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ ജീവിതത്തിൽ വ്യാപൃതരാകുക, അത് തുടർത്തി മരണം വരെ കൊണ്ടുപോവുക. ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. അതെല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി തന്റെ സമൂഹത്തോട് പറഞ്ഞതാണ്. അതാണ് അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും അള്ളാഹു ഉപദേശിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഏ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, കഴിയും വിധം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, രഹസ്യത്തിലും പരസ്യത്തിലും, രാവിലും പകലിലും, ഇരുട്ടിലും വെളിച്ചത്തിലും, എവിടെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷ്മത എന്ന ഗുണം അത് കരഗതമാക്കി ജീവിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ നഷ്ടമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ സൂക്ഷ്മതയുള്ളവരായി മരിക്കണം, അല്ലാതെ മുസ്ലിങ്ങൾ അല്ലാതായി മരിക്കരുതേ എന്ന ഉപദേശമാണ് ലോകത്തോട് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. സഹോദരങ്ങളെ, ഈ തഖ്വയാണ് വെള്ളിയാഴ്ചകളിൽ സ്ഥിരമായി നമ്മൾ നൽകുന്നത്. ഈ ഉപദേശമാണ് ജീവിതത്തിൽ
ജീവിതത്തിൽ വേണമെങ്കിൽ ഈ ഉപദേശമാണ് റമദാൻ കൊണ്ട് കിട്ടേണ്ടത്. ഈ ഉപദേശമാണ് അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു ഉപദേശിച്ചത്. ഈ ഗുണം എന്നത് വേഷത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു ഗുണമല്ല, ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം ഉണ്ടാകേണ്ട ഗുണമല്ല. ജീവിതത്തിൽ മരണം വരെയും എപ്പോഴാണോ നമ്മുടെ റൂഹ് പോകുന്നത് അവിടം വരെയും നമ്മൾ കാത്തു സൂക്ഷിച്ചു പോകേണ്ട ഗുണമാണ് തഖ്വ, സൂക്ഷ്മത എന്ന് പറയുന്ന ഗുണം. ജീവിതത്തിന്റെ നിലപാടാണ് അത്, മനസ്സിന്റെ പ്രവർത്തനമാണ്, ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അമൂല്യമായി അള്ളാഹു നൽകിയ ഒരു നിധിയാണ് തഖ്വ, സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് ഖുർആനിൽ ധാരാളമായി നമ്മൾ പറഞ്ഞതുപോലെ വിശദീകരിച്ച വിഷയമാണ്, ഹദീസുകളിൽ ധാരാളം പ്രസ്താവിച്ച വിഷയമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം തന്റെ സഹാബത്തിന് ഉപദേശിച്ച വിഷയമാണ്. ആ സഹാബാക്കൾ ലോകത്തിന്റെ ഉലമാക്കളിലേക്ക് കൈമാറിയ വിഷയമാണ് തഖ്വ. ലോകത്തുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായി കൊടുത്ത വിഷയമാണ് വിശ്വാസത്തോടു കൂടിയുള്ള തഖ്വ അവർക്ക് ഉണ്ടാകണം എന്നുള്ളത്. ഗ്രന്ഥങ്ങളുടെ വസിയത്താണ് തഖ്വ, പ്രഭാഷണങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമാണ് തഖ്വ. ആ തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്താണോ, റബ്ബ് എന്തു പറഞ്ഞോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇംതിസാലു അവാമിരില്ല വജിബ്നാബു നവാഹിഹി, അല്ലാഹ് എന്തു വിരോധിച്ചോ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, നാട്ടിലുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും, എന്താണെങ്കിലും അല്ലാഹ് വിരോധിച്ചത് എന്താണോ അത് ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക. അത്തരത്തിൽ രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയവും ഗ്രന്ഥങ്ങൾ കൊണ്ട് അഥവാ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകലും, അതെത്ര കുറവാണെങ്കിലും അതിലൊരു സംതൃപ്തി ഉണ്ടാവുകയും, അതുപോലെ തന്നെ നാളെ പരലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതവും അഥവാ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതവും, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഇരുൾ മൂടിയ രാത്രികളിൽ പ്രശ്നങ്ങൾ പലതും നമ്മുടെ മുന്നിലേക്ക് വരും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു ചോദിച്ചു, എന്താണ് തഖ്വ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, കല്ലും മുള്ളുമുള്ള ഒരു വഴിയിൽ അതിലൂടെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ഓരോ കാൽപാദങ്ങളും മുന്നോട്ട് വെക്കുന്നു, കല്ലിൽ ചവിട്ടാതെ ചെളിയിൽ ചവിട്ടാതെ അത് ശരീരത്തേക്ക് ബാധിക്കാതെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മൾ പോകുന്നു. അതുപോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഹറാമുകളും അശ്ലീലതകളും ആവാസത്തരങ്ങളും തോന്നിവാസങ്ങളും തന്നിഷ്ടങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രേരണകളും പൈശാചികമായ ഇടപെടലുകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. വസ്ത്രങ്ങളായി, പെരുമാറ്റങ്ങളായി, ഇടപാടുകളിലായി നമ്മുടെ ദീനിലേക്ക് അത് കടന്നു വരാൻ ശ്രമിക്കും. പലതും വരും. അവിടെയെല്ലാം അള്ളാഹുവും അവന്റെ പ്രവാചകനും കൽപ്പിച്ചത് മാത്രം അനുസരിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാലം മുന്നോട്ട് വെച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മരണമെന്ന വാഹനത്തിലൂടെ പരലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇതാണ് റമദാൻ കൊണ്ട് കിട്ടേണ്ടത്. അത് റമദാനിൽ അവസാനിക്കേണ്ടതല്ല, ഇനിയും അത് ജീവിതത്തിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മൾ ഇന്ന് വിട പറഞ്ഞെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്രമമില്ല. നിരന്തരമായി ഇബാദത്തുകളിലൂടെ മുന്നോട്ട് പോകേണ്ടവനാണ് വിശ്വാസി. നമുക്കറിയാം, നമ്മുടെ ഈദൊക്കെ കഴിഞ്ഞു. വിറ്റ് തീർത്ത കള്ളിന്റെ കണക്കുകൾക്ക് പ്രാധാന്യമില്ലാത്ത ആഘോഷങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്തർ എന്നതും. പെരുന്നാളിന്റെ മുന്നോടിയായി ഫിത്ർ സക്കാത്തുകൾ കൈമാറിയപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം വിതരണം ചെയ്ത ധാന്യത്തിന്റെ അളവ് 15,000 മെട്രിക് ടണ്ണിന് മുകളിലാണ് എന്ന് അറിയപ്പെടുന്നതുമൊക്കെ ഇബാദത്തിന്റെ പ്രാധാന്യവും അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യവുമാണ്. ഓരോ ഇബാദത്തുകളും ഓരോ സന്ദർഭത്തിൽ ബന്ധപ്പെട്ട് പ്രത്യേകം കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ റമദാനിലൊക്കെ രാത്രിയിൽ നമസ്കരിക്കുകയും കൂടുതൽ ഇബാദത്തുകൾ നമ്മൾ സജീവമാകും. പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യുന്നു എന്നതൊഴിച്ചാൽ അത് അവിടെ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. കർമ്മങ്ങളെല്ലാം പിന്നീടും തുടർത്തി മുന്നോട്ട് പോകണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് ധാരാളമായി നിർവഹിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുന്നില്ല. എല്ലാ ദിവസങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യുന്നു.
അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. പക്ഷെ ആ ദിവസം പ്രത്യേകമായി പറഞ്ഞതുകൊണ്ട് കൂടുതൽ അധികരിപ്പിക്കുന്നു എന്നതുപോലെ റമദാനിന് ശേഷവും എല്ലാ കർമ്മങ്ങളും നമ്മൾ റമദാനിൽ എന്തൊക്കെ ചെയ്തു നമുക്ക് കൊണ്ട് കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എല്ലാവർക്കും സാധിക്കുമെന്നാണ്. അതുകൊണ്ട് പള്ളിവാതിലുകളൊന്നും അടയ്ക്കുന്നില്ല, ജമാഅത്തുകളുണ്ട്. അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ പുണ്യവുമുണ്ട്. ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. എല്ലാ നന്മകളും ഇനിയും തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഗുണം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിഅ്സൽ ഖൗം, മോശപ്പെട്ട സമൂഹമായി നമ്മൾ മാറരുത്. വളരെ മ്ലേച്ഛമായ ഒരു സമൂഹം. ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമദാൻ. റമദാനിൽ മാത്രം നമസ്കാരവും നോമ്പും സക്കാത്തും സദക്കയും എല്ലാ ഉഷാറും, അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉടച്ചു കളയുന്ന, തകർത്ത് കളയുന്ന, അതെല്ലാം നശിപ്പിച്ച് കളയുന്നവരായി നമ്മൾ മാറരുത്. അത് മോശപ്പെട്ട സമൂഹമാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവർ യഖീൻ വരെ ആ ഇബാദത്ത് തുടർത്തണം. യഖീൻ എന്ന് പറഞ്ഞാൽ മൗത്താണ്, മരണമാണ്. മരണം എല്ലാവരെയും പിടികൂടും. എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആരോടും അനുവാദം ചോദിക്കാതെ നമ്മളെയും കൊണ്ട് പോകും മരണം. അല്ലെ, നമ്മളെ നമ്മുടെ വീടിന്റെ കോലായിലെ മുന്നിൽ കിടത്തും. നമുക്ക് ഫാനിന്റെ കാറ്റോ അതുപോലെ നമ്മൾ അന്ന് വരെ ഉപയോഗിച്ച സാധനങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത, ഭാര്യയോ മക്കളെ ഒന്നും പരിഗണിക്കാതെ നമ്മൾ പരലോകത്തേക്ക് പോകുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സഹോദരങ്ങളെ. അത് എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല. എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, ഏത് രൂപത്തിൽ എന്ന് അറിയില്ല. അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അത് അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വരും. നറാഹു കരീബ, അത് അടുത്തു തന്നെ ഉണ്ട് എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നന്മകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പുകൾ എടുത്തു വീട്ടാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രസവം, അതുപോലെ മുലയൂട്ടല്, രോഗം, യാത്ര, ഖുർആൻ പറഞ്ഞ രൂപത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട്, ശർഈയായ കാരണങ്ങൾ കൊണ്ട് നോമ്പുകൾ എടുത്തു വിട്ടാത്തവരുണ്ടെങ്കിൽ അതിങ്ങനെ ബാക്കിലേക്ക് ഒരുപാട് താമസിച്ചു വെക്കാതെ അത് എടുക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ കഴിയുന്ന ആ പ്രതീക്ഷ കൊണ്ട് അത് എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പ്രത്യേകം പറയാനുള്ള ഒരു വിഷയം, റമദാനിലെ നിർബന്ധ നോമ്പിന് ശേഷം ശവ്വാലിലെ 6 നോമ്പാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന സുമ്മ അത്ബഹു സിത്തം മിൻ ശവ്വാൽ. സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പ്. അത് കാന കസിയാമുദ് ദഹർ. അത് ആ 6 നോമ്പിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ ആ 6 നോമ്പിന് മാത്രമുള്ള പ്രതിഫലം അല്ല അത്. മറിച്ച് റമദാനിലെ നോമ്പ് എടുക്കുന്ന ഒരാൾ 21 നോമ്പ് നമുക്ക് കിട്ടി, അതിനോടൊപ്പം ഈ 6 നോമ്പ് കൂടെ എടുത്താലാണ് ഒരു വർഷത്തെ പ്രതിഫലം പൂർണ്ണമായി കിട്ടുക. അപ്പൊ ചില ആളുകൾക്ക് സംശയമുണ്ട്, റമദാനിലെ നോമ്പ് പോയ ആളുകൾക്ക് അവർക്ക് അത് എടുത്തിട്ടേ ഇതെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനില്ല. റമദാനിലെ നോമ്പ് എടുത്തു വീട്ടാൻ ഈ ഒരു വർഷം ശഅബാൻ വരെ കാത്തിരിക്കണമെന്നില്ല. എത്രയും വേഗം എടുക്കുക. ഇനി ഈ മാസത്തിൽ തന്നെ എടുത്തു തീർത്തിട്ട് ഈ 6 നോമ്പ് കൂടെ എടുക്കാൻ കഴിയുന്നവർ അങ്ങനെ എടുക്കുക. അതാണ് ഏറ്റവും ഹൈറായത്. അതല്ലാത്തവർ ഈ 6 നോമ്പ് എടുക്കാം. അതിനുശേഷം നമുക്ക് പിടിച്ചു വീട്ടാനുള്ള നോമ്പുകൾ പിടിച്ചു വീട്ടാം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തുടർന്നെടുക്കണോ എന്നൊരു സംശയമുണ്ട്. തുടർന്നെടുക്കൽ ഏറ്റവും നല്ല കാര്യമാണ്. എന്നാൽ ശവ്വാൽ 2 മുതൽ എടുത്തു തുടങ്ങിയവരുണ്ടാകും. അങ്ങനെ എടുക്കാത്തവരുണ്ടെങ്കിൽ അത് ഇടപെട്ടും എടുക്കാം. സിത്തും മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 ദിവസമാണ്. അത് ഏത് ദിവസമാണെങ്കിലും ഇനിയും എടുക്കാത്തവരുണ്ടെങ്കിൽ ഇടപെട്ടും നമുക്ക് സാഹചര്യം അനുസരിച്ചു ഒക്കെ നമ്മൾ ആ നോമ്പുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തിങ്കളും അയ്യാമുൽ ബീദിന്റെ നോമ്പും എല്ലാം കൂട്ടി അങ്ങനെ 6 ആക്കുന്നെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അതല്ലാതെ എടുക്കുന്നെങ്കിലും ഹൈറായ കാര്യമാണ്. ഏത് നിലക്കാണെങ്കിലും ആ നോമ്പുകൾ കൂടി നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. റമദാനിൽ നമ്മൾ 29 നോമ്പെടുത്തപ്പോൾ നമുക്ക് നോമ്പെടുക്കാൻ കഴിയും, അത് പ്രയാസമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് നഷ്ടപ്പെടുത്താതെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മൾ പ്രത്യേകം ഉണർത്തേണ്ട പല വിഷയങ്ങളും ഉണ്ട്. ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം അമിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, വെക്കേഷൻ കാലഘട്ടമാണ്. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്ക് ആ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകണം, അവരുടെ പിന്നാലെ ഉണ്ടാകണം. ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നത് പ്രത്യേകം ഓർക്കണം. ആ ഒരു തിരിച്ചറിവും അവർക്കുള്ള ഉപദേശങ്ങളും മാർഗദർശനങ്ങളും ഇസ്ലാമികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ക്ലാസ്സുകളും വെക്കേഷൻ ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുപ്പിക്കാനുമുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ നേരെ പല നിലക്കും 4 സൈഡുകളിൽ നിന്നും ഇസ്ലാമിനെ കടിച്ചു കീറാനും ഇസ്ലാമിനെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രകാശത്തെ ആർക്കും ഊതിക്കെടുത്താൻ കഴിയില്ല. അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മുഅ്മിനീങ്ങളാകണം, നമ്മൾ മുത്തഖീങ്ങളാകണം. നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഭാഗമാകാൻ ശ്രമിക്കുക. മതപരമായ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തും എന്ന അപകടത്തെ തിരിച്ചറിയണം. മുസ്ലിങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ കടന്നു വരുന്നതോടുകൂടി അതിൽ വരുന്ന അപകടം എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിനോട് അല്ലെങ്കിൽ ഇസ്ലാമിക തത്വങ്ങളിൽ പൊരുത്തപ്പെട്ട
പൊരുത്തപ്പെടാത്ത തീരുമാനങ്ങൾക്ക് അത് ഉണ്ടാകാനുള്ള കാരണമാകും. ഇതൊക്കെ അതിന്റെ വലിയ ഭവിഷ്യത്തുകളാണ്. രേഖകളില്ലാത്തതും വഖഫ് ബൈ യൂസർ, ദീർഘകാലം അതാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന സ്വത്തുക്കൾ എന്നിവ അന്യാധീനപ്പെടാനുള്ള കാരണങ്ങൾ അതിൽ നിന്നുണ്ടാകുമെന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടി പള്ളികൾ, അതുപോലെ മദ്രസകൾ, ഖബർസ്ഥാനുകൾ, ഇത്തരം സംഗതികളൊക്കെ, ചാരിറ്റികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും എന്നത് മനസ്സിലാക്കണം. 5 വർഷം ഇസ്ലാം പരിശീലന നിബന്ധന നിശ്ചയിക്കപ്പെടുന്നതിലൂടെ പുതുതായി കടന്നു വരുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വത്തുക്കൾ ദാനം ചെയ്യാനുള്ള അവകാശം തടയപ്പെടുന്നു. അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടായാൽ സ്വത്തിന്റെ നിയമപരമായ സംരക്ഷണങ്ങൾ, അവകാശങ്ങൾ നഷ്ടപ്പെടുകയും നീണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അതിലുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. അള്ളാഹു നമ്മുടെ സ്വതക്കുകളെല്ലാം ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഉമ്മ സ്ട്രോക്ക് വന്ന ICUവിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു ആ ഉമ്മക്ക് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ശിഫാഉ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ രോഗികളെ ഉൾപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ഒരു സഹോദരന് ഒരു കുഞ്ഞുണ്ടായ വിവരം സന്തോഷ വാർത്ത അറിയിച്ചു. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹായ മക്കളായി വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ, ഉപകാരപ്രദമായ അറിവിനെ അവർക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിച്ചം ഉത്തരക്കടലാസ് ഈ മാസം 10-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും തിരിച്ചേൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ റമദാൻ ക്വിസിന്റെ ഉത്തരക്കടലാസ് ഈ മാസം 15-ാം തീയതിക്ക് മുമ്പ് പള്ളിയിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കണമെന്നും അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫാഉ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നന്മയോടുകൂടി അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, കുറവുകൾ, തെറ്റുകൾ അല്ലാഹു അതെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു അവരുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവർക്ക് നിർഭയത്വം, അമ്നിനെ നൽകുകയും അവർക്ക് വിശപ്പിനുള്ള ഭക്ഷണം നൽകുകയും അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ശിഫാഉ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.